അപ്പോഴേ നമ്മുടെ വൈറലായിട്ടുള്ള ടിഷ്യൂ പേപ്പർ റോസില്ലേ, നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ആദ്യം ടിഷ്യൂ പേപ്പറിലേക്ക് ഒരു ഗ്ലാസ് കമഴ്ത്തി, ഗ്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ട് കിട്ടാൻ പാകത്തിന് ഒരു ഗ്ലാസ് ഞാൻ കമഴ്ത്തി കൊടുത്തു. എന്നിട്ട് ഞാനിത് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്, ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ റൗണ്ട് ഷേപ്പ് ഞാനൊന്ന് വെട്ടിയെടുക്കട്ടെ. എന്താണ്ടേ അങ്ങനെ മുറിച്ചെടുത്ത് കൊണ്ടുവന്ന ടിഷ്യൂ പേപ്പർ ഇതായിട്ട് വെച്ചു. ഇനി ഇതിനകത്ത് പെയിൻ്റ് അടിക്കണ്ടേ. ഞാൻ സാധാരണ ഈ വീഡിയോസിലൊക്കെ കണ്ടേക്കുന്നത് ഇതുപോലെ ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ച് അരികുവശം ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയതുകൊണ്ട് എൻ്റെ എളുപ്പപ്പണിക്ക് ഞാനിതാ ഈ പെയിൻറ്റിലെ റെഡ് കളറിൽ ഈ പെയിൻറ്റ് എടുത്തിട്ട് കുറച്ച് വെള്ളമായി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ അരികുവശം പതുക്കെ, മുഴുവനായിട്ടും ഡിപ്പ് ചെയ്ത് പതുക്കെ ഡിപ്പ് ചെയ്ത് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മളിതാ നേരത്തെ മുറിച്ച് പെയിൻ്റ് അടിച്ച് ഉണക്കി എടുത്തിരിക്കുന്ന പെറ്റൽസാണ്. ഇനി ഈ പെറ്റൽസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് റോസ് ആക്കി എടുക്കാം. ഞാനിതാ അതേ ഗ്ലാസ് തന്നെ എടുത്തു വെച്ചു. എന്നിട്ട് അതൊക്കെ ഓരോന്നായി ഇതുപോലെ ഇങ്ങനെ കമഴ്ത്തി വെച്ചു. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെതായ രീതി കാണിച്ചു തരാം. വീണ്ടും പശ വെച്ചു, ഒരു പെറ്റൽ കൂടി വെച്ചു, വീണ്ടും പശ വെച്ചു. എൻ്റെ കയ്യിലിരിക്കുന്ന ഫെവിക്കോൾ തീർന്നു പോയി. ഇപ്പോൾ കയ്യിലിരുന്ന ഒരു പശ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുണ്ടാക്കാനുള്ള കൊതി കാരണം സമയം ഇല്ല, കടയിൽ പോയി ഒരു പശയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഇതിൻ്റെ ഭംഗി എത്രത്തോളമാണ് ഉണ്ടാക്കി, നല്ല രീതിയിൽ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ കൊതിക്ക് ഒരെണ്ണം ഉണ്ടാക്കിയേക്കാന്ന് ഞാനും വെച്ചു. ഇതേ വീണ്ടും പശയൊക്കെ തേച്ച്, ഈ പശ ഇങ്ങനെ തേക്കുന്നതും തേക്കാത്തതും ഞാൻ കണ്ടിട്ടുണ്ട്. തേക്കാത്തത് പിന്നെ സ്റ്റിക്കായിട്ട് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പശ വെച്ച് തേച്ച് ഒട്ടിച്ചെടുക്കാൻ നോക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ലെയർ ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇതിങ്ങനെ ഒരു ഫ്ലവർ ആകുന്നോടം വരെ ഒട്ടിച്ച് കൊടുക്കണം. നല്ല കളർ വരുന്ന പെറ്റൽസ് ഏറ്റവും അവസാനത്തേക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലവറിൻ്റെ നടുഭാഗത്തേക്കുള്ള ഇതളുകളല്ലേ കുറച്ചുകൂടെ കളറുള്ളത്. പിന്നെ അതൊക്കെ നിങ്ങളുടെയൊക്കെ ലോജിക്ക് അനുസരിച്ച് വൃത്തിയായിട്ട് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഒക്കെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം തിരിച്ച് ക്യാമറയ്ക്ക് വെളിയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അവസാനത്തെ പെറ്റലും ഞാൻ വെച്ചു. നമുക്കുണ്ടല്ലോ ഇത് നോക്കിക്കേ, ഇടയ്ക്കൊന്ന് തിരിച്ച് നോക്കിയാൽ നമ്മുടെ ഫ്ലവർ എത്രത്തോളം ആയെന്ന് കാണാം. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഞാനിതാ ഈ ഗ്ലാസ്സിൽ നിന്ന് ഈ ഫ്ലവർ ഒന്ന് റിമൂവ് ചെയ്യുവാണ്. നോക്കിക്കേ എന്ത് ഭംഗിയായ ഫ്ലവർ കാണാൻ. ഞാൻ ഉണ്ടാക്കിയത് ഇത്രയും ഭംഗിയോ. ബാക്കിയുള്ള ഈ പെറ്റൽസും കൂടെ കൂട്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ ഒട്ടിച്ച് ഞാനിത് നല്ല ക്യൂട്ടായിട്ടുള്ള റോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കാണാൻ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ.